UAE തീരത്തിന് സമീപം കണ്ടെയ്നർ കപ്പലിൽ അജ്ഞാത പ്രൊജക്ടൈൽ ഇടിച്ചു. US ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഗൾഫിൽ പ്രതികാര നടപടി സ്വീകരിക്കുന്നതിനിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിൽ അജ്ഞാതമായ ഒരു പ്രൊജക്ടൈൽ ഇടിച്ചതായി ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ ഏജൻസി ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഒരു കണ്ടെയ്നർ കപ്പലിന്റെ മാസ്റ്റർ സംശയിക്കപ്പെടുന്നതും എന്നാൽ അജ്ഞാതവുമായ ഒരു പ്രൊജക്ടൈലിൽ നിന്നും കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് പറഞ്ഞു, നാശനഷ്ടത്തിന്റെ വ്യാപ്തി അജ്ഞാതമാണെങ്കിലും എല്ലാ ക്രൂ അംഗങ്ങളും സുരക്ഷിതരാണെന്ന് കൂട്ടിച്ചേർത്തു. റാസൽ ഖൈമ എമിറേറ്റിന് വടക്ക് പടിഞ്ഞാറ് 25 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം നടന്നതെന്ന് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അധികൃതർ അന്വേഷിക്കുന്നതുവരെ ജാഗ്രതയോടെ ഈ മേഖലയിലൂടെ സഞ്ചരിക്കാൻ കപ്പലുകളോട് അത് ആവശ്യപ്പെട്ടു. ഗൾഫിലേക്കുള്ള ഒരു നിർണായക ചോക്ക് പോയിന്റും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കപ്പൽ പാതകളിൽ ഒന്നുമായ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് ഇറാനിലെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡുകൾ പറഞ്ഞു. ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് 30 മൈലിൽ താഴെ വീതിയുള്ള നിർണായക ജലപാത ഒരു വശത്ത് ഇറാനും മറുവശത്ത് ഒമാനും പങ്കിടുന്നു. UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, ഇറാനിയൻ അധികൃതർ എന്നിവർ സമാഹരിച്ച കണക്കുകൾ പ്രകാരം മാർച്ച് 1-നും 10-നും ഇടയിൽ കടലിടുക്കിലോ സമീപത്തോ ഉള്ള കുറഞ്ഞത് 10 എണ്ണ ടാങ്കറുകളെങ്കിലും ആക്രമിക്കപ്പെടുകയോ ലക്ഷ്യം വയ്ക്കുകയോ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഗൾഫ് എണ്ണ പ്രധാന ജലപാതയിലൂടെയും കടത്തിവിടില്ലെന്ന് ടെഹ്റാൻ ശപഥം ചെയ്തതിനു ശേഷം ഹോർമുസ് കടലിടുക്കിൽ ഖനനം ചെയ്താൽ അഭൂതപൂർവമായ സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഊർജ്ജ സെക്രട്ടറിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് അങ്ങനെ ചെയ്തതായി അവകാശവാദം ഇല്ലാതാക്കിയതിനു ശേഷം ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു എണ്ണ ടാങ്കറിനെയും അമേരിക്ക കൊണ്ടുപോയിട്ടില്ലെന്ന് ചൊവ്വാഴ്ച നേരത്തെ വൈറ്റ് ഹൗസ് പറഞ്ഞിരുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാനുള്ള വഴികൾ US സൈന്യം പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് ചൊവ്വാഴ്ച US ഉന്നത ജനറൽ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഞങ്ങൾ അവിടെ നിരവധി ഓപ്ഷനുകൾ നോക്കുകയാണ്, ജനറൽ ടാൻ കെയ്ൻ പെന്റഗണിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നിരുന്നാലും കടലിടുക്കിലൂടെ സൈനിക അകമ്പടിക്കായി ഷിപ്പിംഗ് വ്യവസായത്തിൽ നിന്നുള്ള ദൈനംദിന അഭ്യർത്ഥനകൾ US നാവികസേന ഇതുവരെ നിരസിച്ചിട്ടുണ്ടെന്ന് ഈ വിഷയവുമായി പരിചയമുള്ള വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിന് സമീപം മൈൻ സ്ഥാപിച്ചിരുന്ന 16 ഇറാനിയൻ ബോട്ടുകൾ തകർത്തതായി US സൈന്യം അറിയിച്ചതായും AFP റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.